ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റംഷാദ് വോയിസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് അതുപോലെ RRB NTPC RRB ഗ്രൂപ്പ് ഡി എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള മാത്സിലെ 9ാമത്തെ വീഡിയോ ആണിത്. മുമ്പുള്ള വീഡിയോ കാണാത്തവർ തീർച്ചയായും അവ കാണുക. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ്. എല്ലാം പ്രീവിയസ് ആയിട്ട് RRB SSC എക്സാമുകളൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം 8 മണിക്കായിരിക്കും ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ തുടർച്ചയായി കാണുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടുകൂടി ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് യഥാസമയം തന്നെ നോട്ടിഫിക്കേഷനായി വരികയും ചെയ്യുന്നതാണ്. RRB NTPC എക്സാമുകൾ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 2016 ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഞാൻ ടെലഗ്രാമിൽ PDF ആയി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കി വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ടെലഗ്രാം ചാനൽ A to Z ട്രിക്സ് എന്ന് പറയുന്ന സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നലെ ചെയ്ത 3 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഫസ്റ്റ് നോക്കുന്നത്. അരുൺ റൺസ് ഫാസ്റ്റർ ദാൻ ഏലിയാസ് ബട്ട് നോട്ട് ആസ് ഫാസ്റ്റ് ആസ് ദിനേശ്. ദിനേശ് റൺസ് ഫാസ്റ്റർ ദാൻ ചന്ദർ ബട്ട് നോട്ട് ആസ് ഫാസ്റ്റ് ആസ് വിക്രം. വു റൺസ് ഫാസ്റ്റസ്റ്റ്. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും പേര് എഴുതുക. എലിയാസ്, ദിനേശ്, പിന്നെ ആരാണ്, ചന്ദർ, വിക്രം. അരുണുണ്ട് ഇവിടെ. അരുൺ റൺസ് ഫാസ്റ്റർ ദാൻ ഏലിയാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏലിയാസിന് ഒരു 100 മാർക്ക് കൊടുക്കാം. നമ്മൾ മാർക്കിൻ്റെ അല്ലെങ്കിൽ സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്താൽ മതി, പെട്ടെന്ന് ഐഡിയ കിട്ടും. അപ്പോൾ അരുൺ ആരെക്കാളാണ്, ഏലിയാസിനേക്കാളും ഫാസ്റ്റ് അല്ല. അപ്പോൾ അരുണിന് നമുക്ക് 105 മാർക്ക് കൊടുക്കാം. ബട്ട് നോട്ട് ആസ് ഫാസ്റ്റ് ആസ് ദിനേശ്. ദിനേശിൻ്റെ അത്ര ഫാസ്റ്റ് അരുണ് പോകുന്നില്ല. അപ്പോൾ ദിനേശിന് 110 കൊടുക്കാം. ദിനേശ് റൺസ് ഫാസ്റ്റർ ദാൻ ചന്ദർ. ചന്ദറിനേക്കാട്ടിലും കൂടുതലാണ് നമ്മുടെ ദിനേശ് ഓടുന്നത്. അപ്പോൾ ചന്ദന് നമുക്ക് 108 ഇടാം. നോക്കാം. ബട്ട് നോട്ട് ആസ് ഫാസ്റ്റ് ആസ് വിക്രം. വിക്രമിൻ്റെ അത്ര ദിനേശ് ഓടി എത്തുന്നില്ല. അപ്പോൾ വിക്രം എത്ര, 115 ഇടാം. വു റൺസ് ഫാസ്റ്റസ്റ്റ്. ഇതിൽ ആരാണ് ഏറ്റവും കൂടുതൽ സ്കോർ ആരാ വാങ്ങിയത്, വിക്രം. അപ്പോൾ നമ്മുടെ ആൻസർ വിക്രമാണ് നമ്മുടെ ആൻസറായി വരുന്നത്. അപ്പോൾ എന്താണ് ഇപ്പോൾ ക്യൂ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു നമ്മോട് ചോദിക്കാറുണ്ട്, മുന്നിൽ ഒരാൾ നടന്നു പിന്നിൽ ഒരാൾ നടന്നു അല്ലെങ്കിൽ വലിപ്പം ചെറുപ്പം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സ്കോർ കൊടുക്കുക. സ്കോർ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഐഡിയ കിട്ടും, പെട്ടെന്ന് നമ്മുടെ ആൻസറിലേക്ക് എത്താനും കഴിയും. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന, നിങ്ങൾക്ക് ചെയ്യാൻ തരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ ആൻസർ താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? A man ate 100 grapes in 5 days. Each day he ate 6 more grapes than those he ate on the earlier day. How many grapes did he eat in the first day? ഒരാൾ 5 ദിവസം കൊണ്ട് 100 ആപ്പിൾ അദ്ദേഹം തിന്ന്. ഓരോ ദിവസവും 6 എണ്ണം വീതം. എത്ര കഴിഞ്ഞ ദിവസം എത്ര കഴിച്ചോ അതിനേക്കാട്ടിലും 6 എണ്ണം കൂടുതൽ അദ്ദേഹം കഴിക്കും. ഇപ്പോൾ ഒരു ദിവസം ഇപ്പോൾ 5 എണ്ണം ആണെങ്കിൽ 5 + 6, പിറ്റേ ദിവസം 5ൻ്റെ കൂടെ 6 കൂടി 11 എണ്ണം കഴിക്കും. അത് കഴിഞ്ഞിട്ട് 11ൻ്റെ കൂടെ 6 കൂട്ടി 17 കഴിക്കും. അപ്പോൾ ആ രീതിയിലാണ് പോകുന്നത്. അങ്ങനെയെങ്കിൽ അദ്ദേഹം ഫസ്റ്റ് ദിവസം അദ്ദേഹം എത്ര ആപ്പിൾ തിന്നെന്ന് ചോദിച്ചു. നമുക്ക് ആദ്യം അദ്ദേഹം തിന്ന ആപ്പിൾ X എന്ന് എടുക്കാം. അദ്ദേഹം ആദ്യം X ആപ്പിൾ തിന്നിട്ടുണ്ടെങ്കിൽ 1ാമത്തെ ആപ്പിൾ X ആണ്. 2ാമത്തെ ആപ്പിൾ എത്രയായിരിക്കും? സെക്കൻഡ് ഡേ അദ്ദേഹം തിന്നത് എത്രയായിരിക്കും? Xൻ്റെ കൂടെ 6 കൂട്ടിയിട്ടല്ലേ തിന്നിട്ടുണ്ടാവുക. പിന്നെ 3ാമത്തെ ദിവസം അദ്ദേഹം X + 12. 4ാമത്തെ ദിവസം X + 18. 5ാം ദിവസം അദ്ദേഹം തിന്നത് എത്രയാണ്? X + 24. നോക്കുക, ഇതിൻ്റെ ടോട്ടൽ തുകയാണ് 100. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ തുകയാണ് 100 എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക, ഇവിടെ നോക്കുക, 1x, 2x, 3x, 4x, 5x. 5x + 6 ഉം 12
18 18ഉം 18 എത്രയാണ് 36 36 പ്ലസ് 24 എത്ര വരുന്നത് 60 5x പ്ലസ് 60 ആണ് 100 വരുന്നത് അങ്ങനെയെങ്കിൽ 5x എത്രയായിരിക്കും 100 മൈനസ് 60 40 ആണ് 5x 40 ആണെങ്കിൽ x എത്രയായിരിക്കും x is equal to 40 ആയിരിക്കണം 5 നമ്മുടെ ആൻസർ എത്രയാണ് 8 ആണ് നമ്മുടെ ആൻസർ അപ്പോൾ അദ്ദേഹം ആദ്യം തിന്നത് 8 ആപ്പിളാണ് ആദ്യം കഴിച്ചത് അതിനുശേഷം 8ൻ്റെ കൂടെ 6 കൂട്ടി 14 തിന്ന് പിന്നെ 12ഉം 8ഉം 20 തിന്ന് അങ്ങനെ 6 കൂട്ടിയാണ് അദ്ദേഹം 100 ആപ്പിളല്ല സോറി ഞാൻ ആപ്പിളാണ് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക ഗ്രേപ്സ് മുന്തിരിയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ 100 ഗ്രേപ്സ് 5 ദിവസം കൊണ്ട് കഴിച്ചത് അപ്പോൾ 8 ആണ് ഒരു ദിവസം കഴിച്ചത് ഫസ്റ്റ് ദിവസം 8 കഴിച്ച് അടുത്ത ക്വസ്റ്റ്യൻ A and B can do a piece of work in 12 days and 15 days respectively. They began to work together but A left after 4 days. In how many days? How many more days would be along complete a remaining work? എയും ബിയും കൂടി രണ്ടാളും കൂടി വർക്ക് ചെയ്യാൻ വേണ്ടി എക്ക് 12 ദിവസം ബിക്ക് 15 ദിവസം വേണം അവർ വർക്ക് തുടങ്ങി കുറച്ച് ദിവസത്തിന് ശേഷം 4 ദിവസത്തിന് ശേഷം എക്ക് പനി പിടിച്ചു എ പോയി ബാക്കി വർക്ക് ബി ചെയ്യാൻ വേണ്ടി എത്ര ദിവസം വേണം ബാക്കി വർക്ക് ബി എത്ര ദിവസം കൊണ്ട് ചെയ്യും എന്താ ചെയ്യുക എയും ബിയും എന്ന് പറഞ്ഞ 2 ആളുകളുണ്ട് അവർ ചെയ്യുന്നത് 12 ദിവസം കൊണ്ടും 15 ദിവസം കൊണ്ടാണ് അവർ വർക്ക് ചെയ്യുന്നത് ഇവിടെ ടോട്ടൽ അവരുടെ യൂണിറ്റ് എത്ര യൂണിറ്റ് വർക്ക് ഉണ്ട് അവർ എത്ര യൂണിറ്റ് വർക്കാണ് ചെയ്യാൻ വരുന്നത് അറിയാൻ വേണ്ടിയിട്ട് അവരുടെ LCM 12ൻ്റെയും 15ൻ്റെയും LCM 12ഉം 15ഉം പൂർണ്ണമായിട്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യ നമുക്ക് നോക്കാം എന്ത് ചെയ്യുക LCM കാണാം ഏറ്റവും വലിയ സംഖ്യ എടുക്കുക വലിയ സംഖ്യയുടെ മൾട്ടിപ്പിൾ നോക്കുക 15ൻ്റെ ഡബിൾ എത്രയാണ് 30 30ൽ 12 ഹരിക്കാൻ കഴിയില്ല അപ്പോൾ 30ൻ്റെ ഡബിൾ എടുക്കുക എത്രയാണ് 60 60ൽ 12 നമുക്ക് ഹരിക്കാൻ കഴിയും നോക്കുക LCM 60 ആണ് അപ്പോൾ 60 യൂണിറ്റ് വർക്കാണ് അവിടെ ചെയ്യാനുള്ളത് ഇപ്പോൾ നമ്മളൊരു ബിൽഡിങ് അല്ലെങ്കിൽ ഒരു മതിൽ നമുക്ക് പടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ 60 കട്ടകളുണ്ട് 60 ബ്രിക്സ് ഉണ്ട് ആ 60 ബ്രിക്സ് ചെയ്യുന്നത് എത്ര ദിവസം നമുക്ക് ഇവിടെ എഫിഷ്യൻസി നോക്കാം 60 ഹരിക്കണം ഈ 60 ബ്രിക്സ് അവർ പടുക്കാൻ വേണ്ടി ഇത് എടുക്കുന്ന ദിവസമാണ് 12 ദിവസവും 15 ദിവസം അപ്പോൾ ഒരു ദിവസം അവർ എടുക്കുന്നത് എത്രയായിരിക്കും 60 ഹരിക്കണം 12 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കട്ടകളാണ് അവർ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ എത്ര കട്ടകൾ അത് ആ ഒരു മതിൽ പണിയാൻ അവർ എടുക്കുന്നത് ഉപയോഗിച്ചാൽ 60 ഹരിക്കണം 12 എത്രയാണ് 5 അപ്പോൾ 5 കട്ടകളാണ് ഒരു ദിവസം അവരെടുക്കുന്നത് ഇതിൽ നിന്നും 60 കട്ടകളുണ്ടെങ്കിൽ 60 യൂണിറ്റ് അവിടെ ബ്രിക്സ് ഉണ്ടെങ്കിൽ ആ 60 യൂണിറ്റിൽ ഒരു ദിവസം എ എടുക്കുന്നത് 5 കട്ടകളാണ് ബി എടുക്കുന്നതോ 60 ഹരിക്കണം 15 4 കട്ടകളാണ് നമ്മുടെ ബി എടുക്കുന്നത് അപ്പോൾ ഇവിടെ അല്ലെങ്കിൽ 60 യൂണിറ്റ് വർക്ക് അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും 60 യൂണിറ്റ് വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ ആ 60 യൂണിറ്റിൽ 5 യൂണിറ്റാണ് എയുടെ എഫിഷ്യൻസി ബിയുടെ എഫിഷ്യൻസി 4 യൂണിറ്റാണ് നമ്മൾ പറഞ്ഞു അവർ 2 പേരും കൂടി 4 ദിവസം വർക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ 5ഉം 4ഉം കൂട്ടിയാൽ 9 വർക്കാണ് അവർ ഒരു ദിവസം ചെയ്യുന്നത് 4 ദിവസം ചെയ്യുന്ന എത്ര വെച്ചാൽ 4 × 5 4 × 9 എത്രയാണ് 4 × 9 9 × 4 എത്രയാണ് നമുക്ക് വരുന്നത് 4ഉം 36 ഈ 60ൽ 36 യൂണിറ്റ് വർക്ക് 36 കട്ടകൾ അവരെടുത്ത് 60ൽ 36 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയാണ് വരുന്നത് 24 യൂണിറ്റ് വർക്കാണ് ബാക്കിയുള്ളൂ ആ 24 യൂണിറ്റ് വർക്ക് നമ്മുടെ ബി എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്നാണ് ചോദിച്ചത് ബിയുടെ എഫിഷ്യൻസി എത്ര 4 കട്ടകളാണ് ബി എടുക്കുന്നത് ഒരു ദിവസം ഇപ്പോൾ 24 ഹരിക്കണം 4 ചെയ്യുക എത്ര വരുന്നത് 20ൽ 4 5 പ്രാവശ്യം 6 യൂണിറ്റ് വർക്കാണ് നമ്മുടെ ബി 6 ദിവസമാണ് ബിക്ക് വേണ്ടത് ആ ഒരു യൂണിറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് എത്ര ദിവസമാണ് ബാക്കിയുള്ള ജോലി ബിക്ക് വരുന്നത് 6 ദിവസം കാരണം എ പോയി പിന്നെ നമ്മൾ ബിയുടെ മാത്രം കൂട്ടിയാൽ മതി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കുക ചെയ്തിട്ട് നിങ്ങൾ താഴെ ആൻസർ കമൻറ്റ് ചെയ്യുക എ മാൻ എ വുമൻ ആൻഡ് എ ബോയ് ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് ഇൻ 20 days 30 days and 60 days respectively. How many boys must assist 2 men and 8 women so as to complete the work in 2 days?
A man, a woman and a boy can complete a work in 20 days, 30 days and 60 days respectively. How many boys must assist two men and 8 women so as to complete the work in 2 days? അപ്പോൾ ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒരു കുട്ടിക്കും കൂടിയും ഒരു ജോലി ചെയ്യാൻ വേണ്ടി എത്ര ദിവസം എടുക്കുന്നത്? പുരുഷൻ 20 ദിവസം, വുമൺ എത്ര 30 ദിവസം, അതുപോലെ ബോയ് 60 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലിയാണ്. അങ്ങനെയെങ്കിൽ 2 പുരുഷന്മാരും 8 സ്ത്രീകൾക്കും 2 ദിവസം വർക്ക് ചെയ്യാൻ വേണ്ടി 2 ദിവസം കൊണ്ട് ആ ജോലി തീർക്കാൻ വേണ്ടി എത്ര കുട്ടികളെ അവിടെ ചേർക്കേണ്ടി വരും, അല്ലെങ്കിൽ കുട്ടികളെ അസിസ്റ്റൻ്റായിട്ട് നിർത്തേണ്ടി വരുമെന്നാണ് ചോദിച്ചത്. ചെയ്ത് നോക്കുക. കിട്ടിയ ആൻസർ നമ്മൾ നാളത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ്. ഇതിൻ്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക, കിട്ടുന്നുണ്ടോ നോക്കുക. ഡെയിലി ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്, നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് എ റേഡിയോ ഈസ് ₹4,800. The shopkeeper allows a discount of 10% and gains 8%. If no discount is allowed, his gain percent will be. ഒരു സാധനത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 4,800 ആണ്. ഒരു ഷോപ്പ് കീപ്പർ ഡിസ്കൗണ്ട് ചെയ്തു, ഡിസ്കൗണ്ട് കൊടുത്തു, 10% ഡിസ്കൗണ്ട് കൊടുത്തു. അദ്ദേഹത്തിന് 8% ലാഭം കിട്ടുകയും ചെയ്തു. ഇനി അദ്ദേഹം ചിന്തിക്കുകയാണ്, ഇപ്പോൾ ഞാൻ ഡിസ്കൗണ്ട് കൊടുക്കാതിരുന്നാൽ എനിക്ക് എത്ര പെർസെൻറ്റേജ് ലാഭം കിട്ടുമായിരുന്നു. അപ്പോൾ ആ പെർസെൻറ്റേജ് എത്രയാണ് അദ്ദേഹത്തിന് ലാഭം കിട്ടുക എന്നാണ് നമുക്ക് അറിയേണ്ടത്. ചെയ്ത് നോക്കുക, കിട്ടുന്നുണ്ടോ നോക്കുക. കിട്ടിയ ആൻസർ താഴെ കമൻറ്റ് ചെയ്യുക. The market price of an article is 20% more than the cost price. A discount of 20% is given on the market price. Is this kind of sale the seller bears? ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തിൻ്റെ കോസ്റ്റ് പ്രൈസിൽ നിന്നും 20% ലാഭം അല്ലെങ്കിൽ 20% കൂട്ടിയാണ് മാർക്കറ്റ് പ്രൈസ് ഇടുന്നത്. അദ്ദേഹം 20% ഡിസ്കൗണ്ട് കൊടുത്താൽ അദ്ദേഹത്തിന് മൊത്തത്തിൽ ലാഭമാണോ നഷ്ടമാണോ, എത്ര പെർസെൻറ്റേജ് ലാഭം, എത്ര പെർസെൻറ്റേജ് നഷ്ടം? നിങ്ങളുടെ ആൻസർ താഴെ കമൻറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ടെലഗ്രാം ചാനലും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് PDF നോട്ടുകളും മറ്റും ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ കൂടി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.